അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇന്നലെ മുതൽ ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തപ്പെട്ടിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തിലെ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, അഥവാ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകളായ ഫാത്തിമ നർഗീസ് എന്ന ആ പെൺകുട്ടി ഒരു മീഡിയയുമായി നടന്ന ഒരു അഭിമുഖത്തിൽ ആ മീഡിയയുടെ പ്രവർത്തകൻ ആ കുട്ടിയോട് ചോദിക്കുന്നു, മക്കയിലടക്കം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിക്കുകയും അതേപോലെ തന്നെ സ്ത്രീകൾക്ക്, വിശ്വാസികൾക്ക് മാതൃകയെന്നോണം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മറിയം എന്ന് പറയുന്ന ആ മഹദി വളർന്നതും ജീവിച്ചതും പോലും പള്ളിയിലാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും പള്ളിവാതിലുകൾ സ്ത്രീകൾക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുന്നത് എന്ന അർത്ഥം വരുന്ന ഒരു ചോദ്യമാണ് ആ മീഡിയ പ്രവർത്തകൻ ആ കുട്ടിയോട് ചോദിച്ചത്. അതിന് ആ കുട്ടി നൽകിയ ഒരു മറുപടിയാണ് ഇപ്പോൾ വിവാദമായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ചോദ്യവും ആ പെൺകുട്ടിയുടെ മറുപടിയും നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. കേരളത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴുബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും, പോയി കണ്ടിട്ടും, അനുഭവിച്ചിട്ടും, നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീവി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു, പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ആ കുട്ടി പറയുന്നത് എന്താണ്? ഇത് സമൂഹം അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു വിലക്ക് മാത്രമാണ് എന്ന അർത്ഥത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. മാത്രമല്ല, ഇതൊക്കെ മാറേണ്ടതും മാറ്റേണ്ടതുമായ ഒരു കാര്യമാണെന്നും സ്ത്രീകൾക്കും അതിന് അനുവാദം നൽകേണ്ടതുണ്ടെന്നുമാണ് ആ കുട്ടി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഇത് പറഞ്ഞ് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി വല്ലാത്ത വിവാദമായി മാറി. കാരണം യാഥാസ്ഥിക കുടുംബമായ പാണക്കാട് കുടുംബം, ആ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പാരമ്പര്യമായി ഇവിടെയുള്ള ജനങ്ങളൊക്കെ കരുതിപ്പോന്നിരുന്ന ഒരു കാര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആളുകളെല്ലാം പല ഭാഗങ്ങളിൽ നിന്നും അതിനെതിരെയുള്ള വാർത്തകളും ശബ്ദങ്ങളുമാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതായത് ഇത് തികച്ചും ഒരു വഹാബിസം പാണക്കാട് കുടുംബത്തിൽ പിടികൂടിയിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തിൻ്റെ അകത്ത് തന്നെ വഹാബിസം വേര് മുറുക്കി കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള പ്രോപ്പഗണ്ടകൾ വന്നു കഴിഞ്ഞു. സഹോദരന്മാരെ, ഈ കുട്ടി പറഞ്ഞയിടത്ത് വാസ്തവത്തിൽ എന്താണ് ഇത്ര പ്രശ്നമാക്കാനുള്ളത്? അത് പ്രശ്നമായി, വിവാദമായി, പലരും അത് പല വിധത്തിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടിയുടെ പിതാവായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉടനെ തന്നെ ഒരു തിരുത്തുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആ തിരുത്തിൽ പറയുന്നത്, അദ്ദേഹം, എൻ്റെ മകൾ ആ വിഷയത്തിൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നൊരു കാര്യമല്ല എൻ്റെ മകൾ പറഞ്ഞത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല, ആ വിഷയത്തിൽ ആവശ്യമായ ഒരു മതബോധം, പഠനത്തിൻ്റെ പര്യാപ്തതയൊന്നും ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള ഒരു അഭിപ്രായം പ്രകടനം മാത്രമായിട്ട് അതിനെ കാണണം എന്നുകൂടി അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. തീർന്നില്ല. കേരളത്തിലെ
പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള വിജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമാക്കി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ എൻ്റെ മകൾ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒരു പിതാവെന്ന നിലക്ക് മകളുടെ ആ മറുപടി ഞാനിവിടെ തിരുത്തി വ്യക്തമാക്കുന്നു എന്നാണ് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ കുറിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, എന്താണ് ഇവിടെ ഇത്രത്തോളം ഒരു ഭയപ്പാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്ക് ഉണ്ടാകുവാൻ കാരണം? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. വാസ്തവത്തിൽ ആ കുട്ടി പറഞ്ഞതല്ലേ യാഥാർത്ഥ്യം. കുട്ടിയുടെ പ്രായം 16, പക്വതയില്ല, അതല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ അറിവ് നേടിയിട്ടില്ല, അറിവിൻ്റെ പര്യാപ്തത കുറവാണ് എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പിതാവെന്ന നിലക്ക് അദ്ദേഹത്തിന് നടത്താമെങ്കിലും ഇത് ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമല്ലേ? കാരണം മീഡിയ പ്രവർത്തകന്റെ ചോദ്യം തന്നെ എന്താണ്? മക്കയിലെ കാര്യത്തെ സംബന്ധിച്ചാണ്. അവിടെ കൃത്യമായി ആളുകൾ, അവിടെ സ്ത്രീകൾ വന്നും പോയും കൊണ്ടിരിക്കുന്നു, ഇബാദത്തുകൾ നിർവഹിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എല്ലാവരും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണല്ലോ. ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണല്ലോ ആ ചോദിച്ചത്. മാത്രമല്ല, മറിയം ബീവി എന്ന് പറയുന്ന ആ വിശുദ്ധയായ മഹദി വളർന്നതും അതുപോലെ തന്നെ അവർ ആരാധനകൾ നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടതും ആ മസ്ജിദിൽ തന്നെയാണ്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞതല്ലേ. അവരവിടെ താമസിച്ചു കൊണ്ടിരിക്കെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? യാ മറിയം ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ റാക്കിഈൻ. ഓ മറിയമേ, ഉഖ്നുതി ലിറബ്ബികി, യജമാനനായ നിന്റെ റബ്ബിന് വേണ്ടി അടക്കവും ഒതുക്കവും വിനയവും ഒക്കെ കാണിക്കണം, ഭക്തിയോടുകൂടെ ജീവിക്കണം. വസ്ജുദി, നീ സുജൂദ് ചെയ്യണം, സാഷ്ടാംഗം നമിക്കണം. വർക്കഈ, നീ റുകൂഉൻ ചെയ്യണം. മഅർ റാക്കിഈൻ, റുകൂഉ ചെയ്യുന്നവരോടൊപ്പം. സ്വന്തമായിട്ട് പള്ളിയിലാണ് നീ, ഒരു മൂലയിൽ നീ വളർന്നോ, പക്ഷേ നിസ്കാരത്തിന്റെ സമയമായ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് നീ സുജൂദും റുകൂഉമൊക്കെ നിർവഹിക്കാവൂ എന്നല്ലല്ലോ ഖുർആൻ പറയുന്നത്. ഇവിടെയല്ലേ താമസിക്കുന്നത്, അവിടെ തന്നെ വെച്ച് അവിടെ ആ ജമാഅത്തിന്റെ കൂടെ അതാ റുകൂഉ ചെയ്യുന്നവരോടൊപ്പം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവരോടൊപ്പം നീയും നിസ്കരിക്കുക എന്നാണ് അവിടെ മറിയം ബീവിയോടുള്ളായ നിർദ്ദേശമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാകുന്നുണ്ടെന്നിരിക്കെ ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ സ്ത്രീകൾക്ക് പള്ളി കവാടങ്ങൾ ആരാധനകൾക്ക് വേണ്ടി നിഷിദ്ധം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൊട്ടിയടക്കുവാൻ അനുവാദമില്ല എന്ന ലളിതമായ സത്യം ആർക്കാണ് ഇവിടെ അറിയാത്തത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മഹത്വമുള്ള മസ്ജിദുകൾ ലോകത്ത് 3 പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും മഹത്വമുള്ള ഒന്നാമത്തെ മസ്ജിദ് മക്കയിലെ മസ്ജിദുൽ ഹറാം. അന്ന് തൊട്ട് ഇന്ന് വരെ സ്ത്രീകൾ അവിടെ ജുമാ ജമാഅത്തുകൾക്ക് പങ്കെടുത്തു വരുന്നു. ആർക്കാണ് അറിയാത്തത്? ഒരു ലോകവിവരമൊക്കെയുള്ള ഏതാനും പക്വതയൊക്കെ എത്തിയൊരു പ്രായമല്ലേ 16 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടിയും ലോകത്ത് കാണുന്നില്ലേ അവിടെയൊക്കെ സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നത്? അതേപോലെ തന്നെ 2ാം സ്ഥാനമുള്ളത് മദീനയിലെ മസ്ജിദുൻ നബവിയാണ്. അവിടെയും 5 നേരവും സ്ത്രീകൾ ജുമാക്ക് വരുന്നു, ജമാഅത്തിന് വെള്ളിയാഴ്ച പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ മസ്ജിദുൽ അഖ്സ 3ാമത്തെ സ്ഥാനം അതിനാണ്. ഇന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ, അവിടെയും സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും പുരുഷന്മാരോടൊപ്പം പങ്കെടുക്കുന്നു. പിന്നെ ലോകത്തുള്ള എല്ലാ മസ്ജിദുകളിലും ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഈ അനുവാദത്തെ സ്ത്രീകൾ അത് വേണ്ടവർ ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ചരിത്രം. എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചില പുരോഹിതന്മാരുടെ തിട്ടൂരങ്ങൾ, അവരിറക്കിയ ചില ഹറാം ഫത്വകൾ, അവർ ഈ ചരിത്രത്തെ പോലും കണ്ടില്ലെന്ന് നടിച്ചവരാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ സ്വയം ഉത്തരേന്ത്യയിലെ ചില ശീഴി ബറേൽവികൾ ചാർത്തിക്കൊടുത്ത ഗ്രാൻഡ് മുഫ്തി പട്ടവുമായി നടക്കുന്ന ഒരു മുസ്ലിയാരുണ്ടല്ലോ, കാന്തപുരം മുസ്ലിയാർ. അയാൾ എന്താണ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ പൊട്ടിച്ച ഒരു ഗ്രാൻഡ് നുണയുണ്ട്. അത് അവരുടേതായ സിറാജ് ദിനപത്രത്തിൽ വന്നതുമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 1950 വരെ കേരളത്തിൽ എന്നല്ല, 1950 വരെ ലോകത്ത് ഒരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. 50-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത് എന്ന് കാന്തപുരം പ്രസ്താവന കൊടുക്കുകയാണ് തൻ്റെ പത്രത്തിൽ. കേരളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പിടിച്ചു നിൽക്കാമായിരുന്നു. ലോകത്ത് എന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടുത്തെ ജീവിതകാല ചരിത്രങ്ങളെയൊക്കെ മുഴുവൻ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ലോകത്ത് ഇന്ന് വരെ ഒരു വള്ളിയിലും സ്ത്രീകൾ പോയ ചരിത്രമില്ല. 1950 വരെ 50-ലാണ് ഇങ്ങനെ ഒരു ആശയം ഇറക്കുമതി ചെയ്തത് എന്നാ പറഞ്ഞത്. എത്ര കാലം ശക്തമായി നമ്മൾ അവരോട് ചോദിച്ചു, വെല്ലുവിളി സ്വരത്തിൽ അവരോട് ചോദിച്ചില്ലേ? ഇന്നും അവർക്ക് ഈ ഒരു ഉദ്ധരണിക്ക് മറുപടി പറയുവാൻ സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ സാധിക്കുകയുമില്ല. അങ്ങനത്തെ ഗ്രാൻഡ് കളവാണ് അയാൾ തട്ടിവിട്ടത്. മാത്രമല്ല, അദ്ദേഹം ഈ രണ്ട് സമസ്തയും ഒന്നായിരുന്ന അവിഭക്ത സമസ്തയായി നിലകൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരു പുസ്തകം എഴുതി, സ്ത്രീകളും ജുമാ ജമാഅത്തും എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ അതൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം, കേട്ടോളൂ. എന്താണ് തുടക്കം തന്നെ? ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ രണ്ട് വിഭാഗവും ഇവിടെ പറയുന്ന വാദങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അവരുടെ വാദം എന്ന്. പൊതുസ്ഥലത്ത് വെച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികളായ സുന്നികളുടെയും, അതൊക്കെ വെറുതെ അവകാശവാദമാണ്, പോകട്ടെ, വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ വായിച്ചു പോവുകയാണ്. എന്ത് യഥാർത്ഥ അഹ്ലുസുന്ന അവരാണ്, അതവിടെ നിൽക്കട്ടെ, ഇതിലുള്ളത് വായിക്കാം. അപ്പൊ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികളായ സുന്നികളുടെയും മുജാഹിദ് തുടങ്ങിയ പുത്തനാശയക്കാരുടെയും ഇടയിൽ ഇന്ന് ഒരു വിവാദ വിഷയമാണല്ലോ. അതാണല്ലോ ഇപ്പൊ തർക്കം. ആ വിവാദ വിഷയത്തിൽ എന്താ നിലപാട്? പ്രസ്തുത ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു. കണ്ടോ? അപ്പൊ പുരോഗമനവാദികൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മുജാഹിദ്, ആ വിഭാഗം ആളുകളൊക്കെ അത് അനുവദനീയാണ്, പോയാൽ അവർക്കും കൂലി കിട്ടും എന്നുള്ള നിലക്ക് കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെന്താ അവകാശപ്പെടുന്നത്? അത് നിഷിദ്ധമാണ്, അതിൽ യാതൊരു ഉപാധിയും പറഞ്ഞിട്ടില്ല, നിരുപാധികം നിഷിദ്ധമാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു അബദ്ധം അഥവാ ഒരു നുണ ഈ പുസ്തകത്തിലും ആവർത്തിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങൾ എടുത്തു നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ തന്നെയും സ്ത്രീകൾക്ക് അതിന് അനുവാദം നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകൾ വിശദീകരിച്ചിടത്ത് വിവിധ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഞാനതിൻ്റെ വിശദ തലത്തിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ അവിടുത്തെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുവാൻ വേണ്ടി ധാരാളം സത്യവിശ്വാസിനികളായ സ്ത്രീകൾ പുറപ്പെട്ടു വന്നിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ വ്യക്തമാണ്. ഇരുട്ടുള്ള സമയത്ത് പോലും കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിആതിൻ ബിമുറൂതിഹിന്ന വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന അസ്സലാഹ് വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി. വളരെ വ്യക്തമായ അങ്ങേയറ്റം സഹിഹായ ഹദീസാണ്. എന്താണ് അതിന്റെ ആശയമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. കുന്ന നിസാഉൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ പതിവായിരുന്നു, യശ്ഹദ്ന, അവർ ഹാജരാവാറുണ്ടായിരുന്നു, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ, സ്വലാത്തൽ ഫജ്രി, ഫജ്ർ നമസ്കരിക്കാൻ, മുതലഫിആതിൻ ബിമുറൂതിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ, വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന, എന്നിട്ടവർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ, വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി, ഇരുട്ട് കാരണത്താൽ ആരാണ് ആ പോകുന്ന സ്ത്രീ എന്ന് തിരിച്ചറിയാൻ പോലും സാധ്യമാകാത്തത്ര ഇരുട്ടുള്ള നേരത്തവർ തിരിച്ചു പോകുന്നു. അപ്പൊ വരുമ്പോ എത്ര ഇരുട്ടുണ്ടാകും? നല്ല ഇരുട്ടുള്ള രാത്രികളിൽ പോലും അവർ ആരാധനയ്ക്ക് വേണ്ടി, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി ആര് വന്നു? തെമ്മാടികൾ എന്നല്ല, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ വന്നിരുന്നു എന്ന് വ്യക്തമല്ലേ? ആ അനുവാദത്തെ പിന്നെ പാടില്ലാതെ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ആർക്കാണ് അധികാരമുള്ളത്? ആർക്കെങ്കിലും ആ അനുവാദത്തെ തടയാൻ പിന്നെ അധികാരമുണ്ടോ? മാത്രമല്ല, അവിടുത്തെ എത്ര വാക്യങ്ങളിലാണുള്ളത്? ലാ തംനഉ ഇമാ അല്ലാഹ്
മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ, ദൈവദാസികളെ പള്ളികളിലേക്ക് അവർ ഇബാദത്തിന് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. ഭർത്താക്കന്മാരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ പള്ളികളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോകാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം, നിങ്ങൾ അവരെ തടയരുത് എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഭാരതന്മാരായ ആ സഹാബാ വനിതകൾ, അവർക്കൊന്നും തിരിയാത്ത ഒരു ഹറാം പിൽക്കാലത്ത് ഇവർക്ക് എങ്ങനെയാണ് തിരിഞ്ഞത്? അതുകൊണ്ട് തന്നെ ഈ ബീവിക്കുട്ടി മനസ്സിലാക്കിയതല്ലേ സത്യം? ആ പാണക്കാട് കുടുംബത്തിലെ 16 വയസ്സേ ആ കുട്ടിക്ക് പ്രായമുള്ളുവെങ്കിലും ആ കുട്ടി മനസ്സിലാക്കിയ ഒരു പക്വതയും ആ കുട്ടി മനസ്സിലാക്കിയ ഒരു പൊതുബോധമെങ്കിലും പിതാവായ തങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് വളരെ വിനീതമായി പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ആരെങ്കിലും വിരട്ടുമ്പോഴേക്ക് പെട്ടെന്നൊരു തിരുത്തുമായി രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഉജ്ജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യപ്രകാശം പോലെ സമാനമായ ഈ സത്യങ്ങളെയൊക്കെ കേവലം തൻ്റെ കൈകൊണ്ടോ ഒരു കടലാസ് ചീറുകൊണ്ടോ മറപിടിക്കുന്നത് ആ സൂര്യന്റെ വ്യക്തമായ പ്രകാശത്തെ ഇവിടെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ടൊക്കെ മാത്രമല്ല സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, 10 ദിവസം പള്ളിയിൽ തന്നെ ഭജനമിരുന്നു, എഴുത്തിക്കാഫിരുന്നു എന്നാണ്. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കലാണ്. അവിടെ തന്നെ ഉറക്കം, അവിടെ തന്നെ എല്ലാം. ആരാ ചെയ്യുന്നത്? ഏതെങ്കിലും പിൽക്കാലത്തുള്ള ഇവർ പുത്തൻവാദികളെന്ന് പേരിട്ട് നടക്കുന്ന ഏതെങ്കിലും ആളുകളല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ വിശ്വാസികളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസമായാൽ അതിന്റെ അവസാന 10 ദിനങ്ങളിൽ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടും. പള്ളിയിൽ തന്നെ 10 ദിവസം കഴിച്ചുകൂട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോടൊപ്പം ഭാര്യമാരും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം പ്രവാചക വിയോഗത്തിന്റെ ശേഷം അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ 10 ദിവസവും എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി കഴിഞ്ഞാൽ പിന്നീട് ഒരു മതനിയമം വാനലോകത്ത് നിന്ന് ഭുവനലോകത്തേക്ക് ഒരു ഹറാമിന്റെ നിയമം പിന്നെ ഇറങ്ങാൻ ഇനി പാടുണ്ടോ? ഇനി അങ്ങനെ ഇറങ്ങുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്ത ഒരു കാര്യത്തെ ഇനി ഒരു വഹയിലൂടെ അത് പാടില്ലെന്ന് പറയാൻ പ്രവാചകന്റെ ശേഷം ഒരു വഹി ഇവിടെ ആർക്കാണ് ഇറങ്ങിയത്? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ജുമയും ജമാഅത്തും നിസ്കരിച്ചു, ഇഅ്തികാഫും ഇരുന്നു എന്നുള്ളതിന് ഈ ഒരൊറ്റ ഹദീസ് തന്നെ തെളിവല്ലേ? 5 നേരം നിസ്കരിക്കൂലേ ഓരോ ദിവസവും? ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച വരില്ലേ 10 ദിവസം ഇഅ്തികാഫിരിക്കുമ്പോ? അപ്പൊ ജുമയിലും പങ്കെടുത്തില്ലേ? ഇഅ്തികാഫുമായി പള്ളിയിൽ തന്നെ നിരന്തരം കഴിച്ചുകൂട്ടലുമായി. ഇതൊക്കെ വളരെ വ്യക്തമായ സത്യങ്ങളല്ലേ? 100 കണക്കിന് സത്യങ്ങൾ. സ്ത്രീകൾക്ക് അവരുദ്ദേശിക്കുന്നുവെങ്കിൽ അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന പള്ളിയിലേക്ക് ജുമാഅക്കും ജമാഅത്തിനും പോകൽ, പങ്കെടുക്കൽ അവരുദ്ദേശിക്കുന്നുവെങ്കിൽ അതവർക്ക് അനുവദനീയമാണെന്നും പോയാൽ അവർക്കും കൂലി കിട്ടുമെന്നും അവരെ തടയാൻ പാടില്ലെന്നുമുള്ള വ്യക്തമായ ഇസ്ലാമിന്റെ ഈ ലളിതമായ സത്യം ഒരു കുട്ടി വിളിച്ചു പറഞ്ഞുവെങ്കിൽ ആ കുട്ടിയെ അഭിനന്ദിക്കുകയല്ലേ ഒരു പിതാവെന്ന നിലക്ക്, ഒരു രക്ഷിതാവെന്ന നിലക്ക് തങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? പക്ഷേ പാരമ്പര്യ വിശ്വാസത്തിനെതിരാണ്. ഇവിടെ പരമ്പരാഗതമായിട്ട് ആഴത്തിൽ അറിവുള്ള ജ്ഞാനികളായ പണ്ഡിതന്മാർ, ഈ ജ്ഞാനികളായ പണ്ഡിതന്മാർ പറഞ്ഞ പൊട്ടത്തരായി ഞാൻ ആദ്യം കേൾപ്പിച്ചത്. വലിയ ജ്ഞാനികളായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവിഭക്ത സമസ്ത ഒന്നിച്ചു നിന്നിരുന്ന കാലത്ത് ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് ഇപ്പോഴും ചമഞ്ഞു നടക്കുന്ന വ്യക്തി പറഞ്ഞ വാചകമാണ്. ലോകത്തൊരിടത്തും 1950 വരെ സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമല്ല. 50-ലാണ് ഇങ്ങനെ രാഷ്ട്രീയ ഇറക്കുമതി ചെയ്തത്. ആ പൊട്ടത്തരം ഈ കുട്ടി അംഗീകരിക്കണോ? ഈ കുട്ടി അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കാര്യങ്ങൾ വ്യക്തമാകുവാൻ ഒരുപാട് വഴികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആരും കണ്ണടച്ച് ഇരുട്ടാക്കിയാലൊന്നും ലോകം മുഴുവൻ ഇരുട്ടിലാവുകയില്ല. കണ്ണ് ചിമ്മിയവന്റെ കണ്ണ് മാത്രം ഇരുളടയും എന്നുള്ളതല്ലാതെ ഇവിടെ സത്യം പ്രോജ്വലിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് പാരമ്പര്യമുള്ള, പേരുള്ള, പ്രശസ്തിയുള്ള തറവാടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പോലും ആളുകൾക്കത് ഗ്രാഹ്യമാകുന്നു എന്നുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പഠിക്കട്ടെ, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കട്ടെ. ആ രൂപത്തിൽ ലോകം കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുമ്പോൾ
അതിനെ ആരുടെയെങ്കിലും തിട്ടൂരങ്ങൾ കൊണ്ടോ വിരട്ടലുകൾ കൊണ്ടോ ബഹിഷ്കരണ ഭീഷണികൾ കൊണ്ടോ അതല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഉമ്മാക്കി കാണിച്ചുകൊണ്ടോ ഒന്നും നേരിട്ടതുകൊണ്ട് സത്യം സത്യമാവാതിരിക്കുകയില്ല എന്ന തിരിച്ചറിവ് പക്വതയുള്ള എല്ലാ രക്ഷിതാക്കൾക്കും പിതാക്കൾക്കും ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും നിഷ്പക്ഷമതികളായ ആളുകൾ തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ പോലെ അവർക്ക് പള്ളിയിൽ ജുമാ ജമാഅത്തിന് പോകൽ നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും പോയാൽ അവർക്കും പുണ്യം കിട്ടും, പോയാൽ അവർക്കും അത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. അതേ അവസരത്തിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം എവിടേക്കും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ആ നിബന്ധന എന്താണ്? അത് എല്ലായിടത്തേക്കും ബാധകമായ നിയമമാണ്, പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രമുള്ള നിയമമല്ല. ആ നിബന്ധനകളൊക്കെ പണ്ടേ ആളുകൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഭർത്താവുള്ളൊരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം. ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ രക്ഷിതാക്കളുടെ അനുവാദം വേണം. അതേപോലെ തന്നെ ഇസ്ലാമികമായ വേഷവിധാനങ്ങളോടുകൂടിയാവണം. കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വേഷങ്ങളും കാര്യങ്ങളുമായിട്ട് പോകരുത്. അത് പള്ളിയിലേക്ക് മാത്രമല്ല, എവിടേക്കും ഇറങ്ങാൻ പാടില്ല. അതാണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വ്യക്തമായി എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം, പഠിക്കാൻ തയ്യാറാവണം എന്ന് മാത്രം വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിൻ്റെ വാഹകരാകുവാൻ, നേരനുസരിച്ച് ജീവിക്കുന്നവരാകുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.